സഞ്ജു സാംസൺ. സഞ്ജു നല്ല ഫ്രണ്ടാണ്. സഞ്ജുവും ചാരുവും എൻ്റെ അശ്വതിയുടെ ഒക്കെ നല്ല ഫ്രണ്ടാണ്. സഞ്ജു ടീമിൽ വന്ന കാലം തൊട്ട് എപ്പോഴും ഞാൻ സഞ്ജുവിന് പറയുന്ന അർഹിക്കുന്ന അംഗീകാരം കിട്ടാതെ പോകുന്നതുകൊണ്ട് ഭയങ്കര വിഷമമുള്ള എത്രയോ ക്രിക്കറ്റ് കോടിക്കണക്കിന് ആരാധകരിൽ ഒരാൾ ഞാനും. അതെ, ഇപ്പോഴും ഞാൻ പറയുന്നു സഞ്ജുവിന് അർഹതപ്പെട്ട അംഗീകാരം കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഇന്ത്യൻ ടീം വന്ന് ഇറങ്ങുമ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ ആൾക്കാർ വിളിക്കുന്നില്ലേ സഞ്ജു സഞ്ജു എന്ന് വിളിക്കുമ്പോൾ ഞാൻ ടിവിയുടെ മുമ്പിൽ നിന്ന് വിളിക്കാറുണ്ട് സഞ്ജു സഞ്ജു ഞങ്ങളുടെ സഞ്ജു. അങ്ങനെയില്ല, ചെന്നൈയിൽ വന്നപ്പോൾ ഇവിടെ എ ടീമിന്റെ ന്യൂസിലൻഡ് മാച്ച് ഉണ്ടായിരുന്നു, 50 ഓവേഴ്സ് ന്യൂസിലൻഡ് മാച്ച് പരമ്പര അവർക്ക് കിട്ടി. അപ്പോൾ വന്നപ്പോൾ ഇങ്ങനെ വിളിച്ചു എന്നെ ചേട്ടാന്ന് വിളിക്കുക, ചേട്ടാ ഞങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഒരു ഉച്ചഭക്ഷണം തരാം, സമയമുണ്ടെങ്കിൽ വരിക, നിർബന്ധിക്കുന്നില്ല. അയ്യോ വരാം. അങ്ങനെ വന്നു, ഉച്ചഭക്ഷണം കഴിച്ചിട്ട് 2-3 മണിക്കൂർ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചോദിച്ച് മടുത്ത് കാണും ജയറാം, പറഞ്ഞു മടുത്ത് കാണും. എന്നാലും ഞാൻ ചോദിക്കാം, പാർവതി ചേച്ചി വീണ്ടും സിനിമയ്ക്ക് വരുമോ? ഈ മാളവിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, ഒന്നും നല്ല ഓഫ് അങ്ങനെ ഒന്നും വന്നിട്ടില്ലല്ലോ. ഇനി പോയി ഇത്രയും വർഷം ഇത്രയും വെയിറ്റ് ചെയ്ത് ഇപ്പം എത്ര 30 വർഷം കഴിഞ്ഞു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 30 വർഷം കഴിഞ്ഞു. ആ 30 വർഷം വേണ്ടാന്ന് വെച്ചൊരു സംഗതി തിരിച്ചൊരു വന്നിട്ട് ചിലപ്പോൾ ഇനി ഒരു സിനിമയാണ് ചെയ്യുന്നതെങ്കിൽ പോലും അത് അത്ര നല്ല ഒരു ക്യാരക്ടറാണെങ്കിൽ ചെയ്താൽ നല്ലതുണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ ജയറാമേട്ടൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 34 വർഷമായി. പക്ഷേ മണിരത്നത്തിന്റെ പടത്തിൽ ഇപ്പോഴാണ് ഒരു ചാൻസ്. അപ്പോൾ ജയറാമേട്ടൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്താ ഇത്ര വർഷമായിട്ട് ഒരു ലോങ് ഗ്യാപ്പ് ആയ? അങ്ങനെയില്ല, ചില ഡയറക്ടേഴ്സിനോട് നമുക്കിങ്ങനെ അതിൽ വർക്ക് ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമാണ്. ശങ്കറിന്റെ ഫിലിമിൽ ശങ്കറിനെ കാണുമ്പോഴൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, എപ്പോഴെങ്കിലും കാണുമ്പോൾ സർ ഒരു ചെറിയ പാസിങ്ങിൽ വിളിച്ചിരിക്കും. ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ മണിസാറിനെ ഇവിടെ കാണുമ്പോഴും ചോദിക്കും. മണിസാർ വളരെ അടുത്ത് എൻ്റെ നല്ല സുഹൃത്തുക്കളുള്ള ഒരാളാണ്, എത്രയോ വർഷമായിട്ട് അറിയാം. ഹാസിനി മാമിൻ്റെ കൂടെയൊക്കെ ഞാൻ വീട്ടിൽ പോകാറുണ്ട്, സാറിനെ കാണാറുണ്ട്, സാറിൻ്റെ ഓഫീസിൽ പോകാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ സാറ് പറയും ഇങ്ങനെ നല്ലത് വരട്ടെ, എപ്പോഴെങ്കിലും നല്ലത് വരുമ്പോൾ ക്ലിക്ക് ആകുമ്പോഴേ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഇതിന് വിളിച്ചത്. എൻ്റെ സീനൊക്കെ ചിലപ്പോൾ കാലത്ത് ഒരു ഷോട്ട് കഴിയുമ്പോൾ തീരും, പക്ഷെ ഞാൻ പോവില്ല. പോകാതെ ഇങ്ങനെ ഓരോ അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് പാറ്റേണും അതും ക്യാമറ വെക്കുന്ന ആംഗിളുകളും അദ്ദേഹം എങ്ങനെയാണത് ഓരോന്നും കൺസീവ് ചെയ്യുന്നത്, ആർട്ടിസ്റ്റിനെ കൊണ്ട് അഭിനയിപ്പിക്കുന്നത്, ഇങ്ങനെയും ഒരു അഭിനയം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഒന്നും ഒരു ഐലാഷ് പോലും അത് വേണ്ട, അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നോക്കും. ഇപ്പൊ ജയറാമേട്ടൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നില്ലേ, അപ്പം കോൾ വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, മണിരത്നത്തിന്റെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും പിന്നെ ആലോചിച്ചു, ഓടിച്ചെന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഈ സിനിമയാക്കാൻ പോകുന്നു ഒന്നും അറിയില്ല. ഈ സിനിമയാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പൊന്നിയിൻ സെൽവൻ എന്ന് പറഞ്ഞ ബുക്ക് ഞാൻ വായിക്കും, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല.